മോളൊന്നു മാറിയേ. മാമനെ ജോലിക്ക് പോവാൻ സമയമായി. ഇനി അവിടുത്തെ വണ്ടി ഓടിക്കാൻ പോവാ? അതെ. അപ്പൊ രണ്ടും കൽപ്പിച്ചല്ലേ? എന്താ? അല്ല, ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയതല്ലേ ഉള്ളൂ. മോളെ, കാറ്റും കോളും നിറഞ്ഞ ആഴക്കടലിൽ മുങ്ങിത്തപ്പുന്നവർക്ക് യഥാർത്ഥ മുത്ത് കിട്ടും. അപ്പൊ കടലിൽ പോവാ? നീ അകത്തപ്പോ. നിനക്ക് പോകാൻ വിഷമമുണ്ടോടാ? ഉണ്ടെങ്കിൽ പറ, അവര് വേറെ ആരെങ്കിലും നോക്കിക്കോളും. എന്തിന്? അച്ഛൻ വെറുതെ ഓരോന്ന് പറഞ്ഞു ഉള്ള സന്തോഷം കലക്കല്ലേ. ദൈവത്തിന്റെ കൃപ കൊണ്ട് കിട്ടിയ ഒരു ജോലിയാ. ഒരു ഇടി ഇടിച്ചെന്ന് വെച്ച് എനിക്ക് ആ പെൺകുട്ടിയോട് എന്തോ പിണക്കം? നമുക്കൊരു അന്തസ്സില്ലേ? അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ടേ. തുടക്കം തന്നെ ലക്ഷണക്കേടാ. നിനക്ക് ഈ പണി വേണ്ടെന്നാ ഞാനും പറയുന്നത്. നോക്ക്, നിനക്ക് നല്ലൊരു ജോലി ശരിയാക്കാൻ ചേട്ടന് ഞാൻ ദുബായിക്ക് എഴുതുന്നുണ്ടടാ. ചേച്ചിക്ക് ഇതൊന്നും മനസ്സിലാവില്ല. ഒരു തൊഴിൽ ചെയ്യുമ്പോഴുണ്ടാകുന്ന ആത്മസംതൃപ്തി, ഒരു തൊഴിലാളിയുടെ ആത്മാഭിമാനം, അതൊന്നും വീട്ടിലിരിക്കുന്ന ചേച്ചിക്ക് മനസ്സിലാവില്ല. അച്ഛന് മനസ്സിലാവും. അച്ഛനൊരു തൊഴിലാളിയാണ്. വീരൻ നായർ എന്ന ആത്മാഭിമാനമുള്ള തൊഴിലാളിയുടെ മകനാണ് ഞാൻ. രാമനുണ്ണി എന്ന തൊഴിലാളി. ഒന്ന് പറഞ്ഞു കൊടുക്കച്ചാ. യോ, ടൈമായി. ഉണ്ണിട്ടോ, നിക്ക്. ഞങ്ങൾ ഉണ്ണിയേട്ടനെ തിരക്കി ഇറങ്ങിയതാ. എന്താ ഇത്ര അത്യാവശ്യം? ഞാൻ അല്പം തിരക്കില്ല. നാളെ ബാബ മെമ്മോറിയൽ ട്രോഫി ആരംഭിക്കുക. ഉണ്ണിയേട്ടൻ തന്നെ റെഫറി ആക്കണമെന്ന് കമ്മിറ്റിക്കാർ വാശില്ല. ഗോപി മെമ്മോറിയലിൽ തന്നെ ആ പീതാമ്പനെ റെഫറി ആക്കിയിട്ട് ഫൈനലിന് കമ്മിറ്റിക്കാർക്കടക്കം അടി കിട്ടി. നിങ്ങൾക്കൊക്കെ നാണമില്ലേ? കളി എന്ന് പറഞ്ഞ് ഇങ്ങനെ കറങ്ങി നടക്കാൻ. ഞാൻ കളിയൊക്കെ നിർത്തി. ഇനി റെഫറി ആവാൻ എന്നെ കിട്ടില്ല. ഉണ്ണിയേട്ടൻ എന്തൊക്കെയാ ഈ പറയണത്? ഈ യുവതലമുറ ഇങ്ങനെ വഴിപഴച്ചു പോകുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. കബഡി കളി അല്ല ജീവിതം. ജീവിതത്തിനൊരു ലക്ഷ്യബോധം വേണം. എനിക്കിപ്പോ ഒരു ലക്ഷ്യമുണ്ട്. വരട്ടെ. അപ്പൊ ഉണ്ണിയേട്ട, ബാബ മെമ്മോറിയലിൽ തൽക്കാലം പീതാംബരൻ തന്നെ റെഫറി ആയിരിക്കട്ടെ. ഗുഡ് ബൈ. ചെത്തിയിട്ടുണ്ടല്ലോ. ഡെവിൾ ഡ്രൈവറാണെന്ന് പറഞ്ഞ കോളേജിലെ പിള്ളേരാരും വിശ്വസിക്കില്ല. പെൺപിള്ളേര് കണ്ണുവെക്കാതെ നോക്കിക്കോണം. ഞാൻ ഓടിക്കുന്നോ അതോ ഡെവിൾ ഓടിക്കുന്നോ? അയ്യോ, വണ്ടി ഞാനും പാച്ച് വർക്ക് കഴിഞ്ഞപ്പോ ഇറങ്ങിയല്ലേ ഉള്ളൂ. കുറച്ചു കാലത്ത് റെസ്റ്റ് വേണം. അത് കഴിഞ്ഞ് ഓക്കെ. ഒരു ആക്സിഡന്റ് വേണമെന്ന് മോഹം തോന്നുമ്പോ ഞാൻ ഓടിക്കും കേട്ടോ. എടോടോ, അവള് പലതും പറയും. താൻ അതൊന്നും ശ്രദ്ധിക്കാതെ മുമ്പോട്ട് നോക്കി വണ്ടി ഓടിച്ചാൽ മതി. അപ്പൊ ആക്സിഡന്റ് ഒന്നും ഉണ്ടാവില്ല. ശരി സർ. ശരി സർ. ബൈ. അങ്ങോട്ട് നോക്കിയേ. ഇതൊരു ചാൻസ് ആണ്. അങ്ങനെ വിട്ടാൻ പറ്റില്ല. മഹാറാണി എന്താ പെരുവഴിയില്? നിന്നെ സൗകര്യത്തിൽ നിന്ന് കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. വാടിയുടെ വിട്ടില്ലെങ്കിൽ നീ അടിച്ച മുഖത്തിന്റെ ഷേപ്പ് മാറ്റല്ലേ? അടിക്കടി. എന്ത് തെമ്മാടത്തിലാണ് കാണിക്കുന്നത്? കൈന്ന് വിടാൻ പൗള് കാണിക്കുന്ന. കൈന്ന് വിടാൻ. അയ്യോ, വാടി. മര്യാദക്ക് എന്നെ വിട്ടോ. ഇല്ലെങ്കിൽ ചേട്ടൻ എല്ലാത്തിനും ഇടിച്ച് ഷേപ്പ് മാറ്റും. ഇതാരെന്നറിയോ? ഇവിടുത്തെ സിറ്റി കമ്മീഷണർ, എന്റെ ഭാവി വരൻ. മുടിയാ?
സൂപ്പർ. കബഡി 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 ഒരാള് കയറാൻ്റെ അറിയോ ഒന്ന് നിക്ക് ഞാൻ കേറിയിട്ടില്ല. എന്നാലും സിറ്റി കമ്മീഷണർ ആണെന്നൊക്കെ വെറുതെ കള്ളം പറയണ്ടായിരുന്നു. അതൊരു വെയിറ്റിന് പറഞ്ഞതല്ലേ. പിന്നെ ഇന്ന് നടന്ന സംഭവം ആരോടും പറയണ്ട. ഏയ് ഞാൻ ആരോടും പറയില്ല. ഇതൊക്കെ അങ്ങനെ എല്ലാരോടും പറയാനൊക്കൂ. അമ്മാവന്മാരെങ്ങാനും അറിഞ്ഞാ എന്താ ഉണ്ടാവുമെന്ന് അറിയാലോ. ശരിയാ, തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാ മതി അല്ലേ? കുട്ടി എന്താ? ഒന്നുമില്ല, ഞാൻ നാളെ വരാം. എന്താ പറയാൻ വന്നത്? അത് പിന്നെ മറന്നുപോയി. കുട്ടി വയ്ക്കുള്ളൂ. അതെ, കുട്ടി കുട്ടി എന്നുള്ള ആ വിളിയുണ്ടല്ലോ, അതൊരു സുഖമില്ല. ഞാൻ തീരെ ചെറിയ കുട്ടിയായ പോലെ. ഡെവിളിന് എന്നെ ബോബിന്ന് വിളിക്കാം. മുത്തശ്ശിക്ക് മാത്രം അവകാശപ്പെട്ട വിളിയാണത്. സത്യം പറഞ്ഞ വിളിക്കണമെന്ന് എനിക്കും തോന്നിയിരുന്നു. പക്ഷേ അത്രയ്ക്ക് സ്വാതന്ത്ര്യം എടുക്കാവോ എന്ന് സംശയിച്ച. അതിനെന്താ, ഡെവിള് വിളിച്ചോളൂ. വിളിക്കട്ടെ? ആ, ബോ ബോബി എന്തോ. ബോബി ഓ, ബോബി. ഉം. എന്താടോ തലയ്ക്ക് അസുഖമൊന്നുമില്ലല്ലോ? ഏയ് ഇന്നൊരു കബഡി കളിയുണ്ട്, പ്രാക്ടീസ് ചെയ്താ. കബഡി 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 കബഡി. കബഡിയാ? ഓ കബഡി. ഇവന്റെ ഒരു കബഡി കളി.